നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമെൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ഗുരുവായൂരിലുള്ള പഞ്ചാരമുക്കിലെ ചിക്സിറ്റോയിലാണ്. ആൻഡ് ചിക്സിറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസിലൂടെ ഒത്തിരി കണ്ടിട്ടുള്ള പേരാണിതെന്ന്. സോ തീർച്ചയായിട്ടും രണ്ട് പേര്, അതായത് കപ്പിൾസ് ആണ് കേട്ടോ. അവരവരുടെ പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഷോർട്ട് ടേമിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറി. സോ യെസ്, അപ്പോൾ ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സോ യെസ്, കം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഫ്രൈഡ് ചിക്കനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള റവ് സാറും അതുപോലെ തന്നെ നുസ്രി മാമിനെയുമാണ്. ആൻഡ് ദെയർ ബണ്ടിൽ ഓഫ് ജോയ് ഇയാരെയും. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളുടെ സോഷ്യൽ മീഡിയയും ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഒത്തിരി ഫേമസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ അഭിഷാദ് ഗുരുവായൂർ സാറിൻ്റെ പേജിൽ നിന്നും. തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആളെത്തുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഒരുപാട് ഫേമസ് ആവുന്നു. ഇന്ന് അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 months-നുള്ളിലാണ് ഈ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ളത്. സോ ആ ഒരു ജേർണി എങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നത്? അതെ, നമ്മളെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് 4 മാസം നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അഭിഷാദ് ഗുരുവായൂരിനെ നമ്മൾ മീറ്റ് ചെയ്തത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഞാൻ ഡെലിവറി ചെയ്ത് വരുമ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ഭയങ്കര ക്രൗഡ്. എനിക്കറിയില്ല ഈ അഭിഷാദ് ഗുരുവായൂരാണെന്ന് എനിക്കറിയില്ല. ഒരു സെലിബ്രിറ്റി എന്നറിയാം എനിക്ക്. ഞാൻ തന്നെ പോയി ഉള്ളിൽ മീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാളാണ് അഭിഷാദ് ഗുരുവായൂർ. ഞാൻ തന്നെ എൻ്റെ മാറ്റർ കംപ്ലീറ്റ് പറഞ്ഞു. ഞാനൊരു എൻജിനീയറാണ്, വൈഫ് ഉണ്ടാക്കി തന്നിട്ട് ഭർത്താവ് കൊണ്ടുകൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ നാട്ടിലൊരു പ്രൊഡക്റ്റ് അല്ലേ, നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്കൊന്ന് 4 ആൾക്കാരെ അറിയിച്ച് തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞൊരു മറുപടി, നീ എന്നെ മുന്നറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളെ മോട്ടിവേഷൻ കണ്ടിട്ടാണ് ഈ നിലയ്ക്ക് ഞാൻ ആയത്. അത്ര ഞാൻ മാത്രം പറഞ്ഞ് ഞങ്ങളങ്ങ് ഡയറക്റ്റ് സ്പീച്ചൊക്കെ നടത്തി പോയി. 155 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഭിഷാദ് ഗുരുവായൂർ സാറ് എന്നെ വിളിക്കുന്നത്. 155 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയണം, നിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആളുടെ വീട്ടിൽ പോയിട്ട് ആളുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊടുത്തു. അവർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്. ആ പ്രൊഡക്റ്റ് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആളുടെ പേജിൽ ഒരു ഫുഡിൻ്റെ ഒരു വ്ളോഗും ഒരു ഫുഡിൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ ചിക്സിറ്റോ അന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്ന ചിക്ക്ലേഷ്യസ് എന്നായിരുന്നു. അന്ന് അത് ആ ഒരു വീഡിയോ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരിൽ എത്തിപ്പെട്ടു ആ വീഡിയോ. താങ്ക് യു അഭിഷാദ് സാർ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എവരി വൺ. തീർച്ചയായിട്ടും ചിക്സിറ്റോ നമ്മളുടെ ബാക്കി എല്ലാ ബ്രാൻഡ്സിനെയും കടത്തി വെട്ടി ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭാര്യ ഉണ്ടാക്കുന്നു ആൻഡ് ഭർത്താവ് ഡെലിവറി ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിക്സിറ്റോയുടെ ഫ്രൈഡ് ചിക്കൻ. സോ തീർച്ചയായിട്ടും ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ആൻഡ് അടുത്തറിയാമെൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സെഗ്മെൻറ്റും ഒക്കെ ആയിട്ട് കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.